അടിമാലി കുമളി ദേശീയപാതയുടെ നവീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അടിമാലിയിൽ വ്യക്തമാക്കി. ദേശീയപാത നവീകരണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കല്ലിട്ടുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കുകയും 20 കിലോമീറ്ററോളം ദൂരം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ടൗണുകളിലും ബൈപ്പാസോടുകൂടിയാകും ദേശീയപാത നവീകരണം നടക്കുക. 30 മീറ്റർ വീതിയിലാണ് കല്ലിടൽ നടക്കുന്നതെന്നും കല്ലിടൽ നടപടികൾക്ക് ശേഷം ഈ ഭാഗത്തെ സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും MP പറഞ്ഞു. നാഷണൽ ഹൈവേ 185 അടിമാലി മുതൽ കുമളി വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളിലും കല്ലിട്ടുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കുകയും ഇപ്പോൾ ഏതാണ്ട് 20 കിലോമീറ്ററോളം അത് പൂർത്തീകരിച്ചിരിക്കുകയുമാണ്. അടിമാലി മുതൽ കുമളി വരെ നേരത്തെ 95 കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പുതുക്കിയ അലൈൻമെൻ്റ് അനുസരിച്ച് 75 കിലോമീറ്ററിലേക്ക് ചുരുങ്ങുകയാണ്. എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും ടൗൺ പ്രദേശങ്ങളിൽ എല്ലായിടത്തും ബൈപ്പാസ് ഉണ്ട്. അപ്പോൾ അടിമാലിയിൽ തന്നെ ബൈപ്പാസോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം കൊച്ചു കൊച്ചു ടൗണുകളിൽ എല്ലായിടത്തും ബൈപ്പാസ് ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് 75 കിലോമീറ്ററിൽ ആ റോഡ് ചുരുക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇരുവശങ്ങളിലുമായി 30 മീറ്റർ വീതി ആ റോഡിന് ഇപ്പോൾ കല്ലിട്ട് തിരിക്കുന്നു. 30 മീറ്റർ അക്വിസിഷനാണ് അത് നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കല്ലിട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 3D വിജ്ഞാപനം പുറപ്പെടുവിച്ച് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പട്ടയഭൂമിയുള്ള ഇനി അതല്ലെങ്കിൽ ഉടമസ്ഥാവകാശമുള്ള മുഴുവൻ ആളുകൾക്കും നഷ്ടപരിഹാരം കൊടുക്കുന്ന പ്രോസസ്സാണ് അതിന് തുടർന്ന് നടക്കുക.